നമസ്കാരം ഗൈസ്. അപ്പം നമുക്ക് ഈ പുതിയൊരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ള നല്ല മനോഹരമായ ഈ ഒരു വീട് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തച്ചോട്ടാവിന് സമീപമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വില്ല പ്രോജക്റ്റായിട്ട് വരുന്ന ഏരിയ ആണ്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈന് നല്ല കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേബിൾ റൂഫും അതുപോലെ തന്നെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ വീട് നമുക്ക് സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു വീടാണ്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കും ഇതിനകത്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിത് വന്നേക്കുന്നത്. 3.850 സെൻറ്റ് സ്ഥലത്ത് 1825 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീട് നമുക്കിപ്പം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി നമുക്ക് വരുന്ന നല്ല മനോഹരമായ ഒരു വീടാണ്. നമുക്ക് ആക്ച്വലി ഈ ഒരു വീട് റീസെൻ്റ്ലി കംപ്ലീറ്റ് ആക്കി തീർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മെയിൻ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയൊരു ഫ്രണ്ടേജും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ എത്ര വലിയ വാഹനമായാലും നമുക്ക് വീടിനകത്തോട്ട് കോമ്പൗണ്ടിനകത്തോട്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസൊക്കെ നല്ല മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ വീടിൻ്റെ നമുക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ചെറുതായിട്ട് നമുക്ക് ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ നമുക്ക് സ്പേസ് നമുക്ക് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. ഈ ഒരു ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം വന്നിട്ടുള്ളത്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ചെയ്തേക്കുന്നത്. കവേർഡ് കാർ പാർക്കിനകത്ത് ഒരു നമുക്ക് വണ്ടി, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് നല്ല മനോഹരമായ ഒരു ഡിസൈനും കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലും നൽകിക്കൊണ്ട് ഈ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു വർക്കും അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ട് നല്ല ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. 8x നമുക്ക് 6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന വർക്കെല്ലാം തന്നെ പ്ലാവിൻ്റെ ഒരു തടിയിൽ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ കാണുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ തടിയിലാണ് നമുക്ക് ഈ പാനൽ വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ അത്യാവശ്യം നല്ല ഒരു എലഗൻറ്റ് രീതിയിൽ തന്നെയാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്ത് നല്ല മനോഹരമായ രീതിയിൽ തീർത്തിട്ടുള്ളത്. നല്ല ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തീർത്ത് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു പ്ലാവിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത ഒരു ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. സൈഡിലായിട്ട് നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരാൻ രീതിയിലുള്ള ഒരു ചെറിയൊരു ഓപ്പണിംഗ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് നമുക്കിവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3.850 സെൻറ്റിൽ 1825 സ്ക്വയർ ഫീറ്റിൽ പണിത് നമുക്ക് 3 ബെഡ്റൂം വരുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ, അത് ഇച്ചിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. ആ TV യൂണിറ്റ് ഏരിയയും അതുപോലെ തന്നെ സ്റ്റെയറും നല്ല ഭംഗിയായിട്ട് നമുക്ക് എൻജിനീയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമായ നല്ല വലിപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വിശാലമായ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 20x20 ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ടോപ്പ് വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വലിയ TV ആയാലും ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ലിവിങ് ഏരിയയുടെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തുള്ള ചുമര് മുഴുവൻ നമുക്ക് പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം.
12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ വിശാലമേറിയ രീതിയിൽ ഒരു 8-12 നമുക്ക് ചെയർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഡൈനിങ് ചെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡൻ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾ സീലിംഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സ്മാർട്ട് മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വരുന്ന നമുക്ക് ഫിറ്റിങ്സ് എല്ലാം നമുക്ക് കൊടുത്തുകൊണ്ട് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഇൻഡോർ ഡെക്കോർ സാധനങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന സ്പേസ് ഏരിയ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഒരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ ഫുള്ള് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് നമുക്ക് കിച്ചൺ. ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്നതാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ മോഡലുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസും നല്ല എല്ലാം വെച്ചുകൊണ്ട് അതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല ഡെക്കറേറ്റിംഗ് കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് അതിൽ നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തുകൊണ്ട് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. നല്ല കളർ തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിച്ചണിൽ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് ആയാലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. 12x12 ഡയമെൻഷനാണ് നമുക്ക് കിച്ചൻ്റെ ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം പണി ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു കിച്ചൺ വർക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വരുന്നത്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമായിട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ബെഡ്റൂം എല്ലാം വന്നിട്ടുള്ളത്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂമും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ബെഡ് സ്പേസ് വരുന്നിടത്താണ് ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. വുഡ് വർക്കും കാര്യങ്ങളും വരുന്ന ഒരു ഡിസൈന് നമുക്കിവിടെ ഫോൾ സീലിംഗിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഈ ഒരു റൂമിൽ വെച്ചിരിക്കുന്ന ഒരു വാൾ റൂഫ്സ്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വാൾ റൂഫ്സ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്ത. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. ചുമരും മുഴുവൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സ്റ്റെയറും കാര്യങ്ങളും തന്നെയാണ് വന്നേക്കുന്നത്. നല്ല വീതിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തേക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങൾ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു സ്റ്റെയറിൻ്റെ എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഒരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് വുഡൻ പാനൽ വർക്കും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹോളാണ് ഈ കാണുന്നത്.
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഹോളും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ഏരിയ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അതിനുള്ള പൈപ്പ് കണക്ഷനും ഔട്ടും കാര്യങ്ങളും എല്ലാം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവ് ഉള്ള ടി വി യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഹോളാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16x18 നമുക്ക് ഈ ഹോളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള നല്ല മനോഹരമായ ടി വി യൂണിറ്റ് ഏരിയയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വുഡൻ വർക്ക് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു മെയിൻ ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം, നല്ല ലെങ്തി മോഡലാണ് നമുക്ക് ഈ ഒരു റൂം വന്നേക്കുന്നത്. 16x10 നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിംഗ് എല്ലാം ഖജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾഡ്രോബ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലെ വാൾഡ്രോബ്സ് ആണ് നമുക്ക് ഈ റൂമിൽ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ചുമര് മുഴുവനും നമുക്ക് നല്ല പ്രീമിയം ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഫ്ലോറിങ്ങിലെല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളും ഈ ഒരു ചുമരിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഒരു വാൾഡ്രോബ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. 12x16 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് മോഡലായിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും നമുക്കിവിടെ കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ എല്ലാ ഏരിയകളും നമുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. 8x10 നമുക്ക് ബാൽക്കണി ഡയമെൻഷൻ. അത്യാവശ്യം ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗത്ത് പാസ് ചെയ്യാനുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചുമര് മുഴുവൻ നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തെ ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡൻ ഹാൻഡിൽസ് ആണ്, അതുപോലെ തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസ് ആണ് ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും നമുക്കിവിടെ ചുമരിലെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്തെ നമുക്ക് ബാൽക്കണി എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന 3,850 സെൻറ്റിൽ 1,825 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മളിതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 70 ലക്ഷമാണ്. തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. 70 lakhs ആണ് നമുക്ക് ചോദ്യം വരുന്നത്.
ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് പറഞ്ഞതുപോലെ തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.